ലൂക്ക 16:10 പറയുന്നത് ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കുമെന്നാണ്. അതിൽ കാര്യമുണ്ടെന്ന് വിമതർക്ക് ഇപ്പോൾ വഴിയെ മനസ്സിലാകും. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നെല്ലും പതിരും തെളിയുകയാണ്. അതിരൂപതയിലെ എല്ലാ കാനോനിക സമിതികളും ഫെബ്രുവരിയോടെ പുനഃസ്ഥാപിക്കുമെന്നാണ് ഇപ്പോഴത്തെ ദൃഢനിശ്ചയം തീരുമാനം. അതായിരുന്നല്ലോ വിമതരുടെ ആവശ്യം. ഇനി വിമതർ എന്ത് ആവശ്യം ഉന്നയിക്കും? കുരിയയിലെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഒഴിവുകളിലാണ് ഇപ്പോൾ വിമതരുടെ കണ്ണ്. കോഴിക്കോട്ടിലേക്ക് കുറുക്കൻ നോക്കിയിരിക്കുന്നത് പോലെ കൂടിക്കാഴ്ചകളില്ലാതെ കുടിയാലോണില്ലാതെ വിമത വിഭാഗത്തിന് എഴുതി ഒപ്പിട്ട് നൽകിയ ഉറപ്പുകൾ എവിടെയെന്ന് വിമത വിഭാഗം പാമ്പ്ലാനി പിതാവിനോട് ചോദിച്ചപ്പോൾ പിതാവ് കൈമലർത്തി. അല്ലാതെ പിതാവിന് മറ്റു മാർഗവുമില്ലായിരുന്നു. ആ ഉറപ്പുകൾ എന്തായാലും അത് പ്രതിസന്ധിക്കിടയാക്കാതെ നടപ്പിൽ വരുത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന പെർമനന്റ് സിനഡ് അതിരൂപത വികാരി ജനറലിന്റെ ചുമതല വഹിക്കുന്ന മാർ പാമ്പ്ലാനിക്ക് നൽകിയിരിക്കുന്നു. കുരിയെ പിരിച്ചുവിടണം. കുരിയ നിർദ്ദേശപ്രകാരം മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാപിച്ച കോടതി മുമ്പാകെ വൈദികർക്കെതിരെ വന്ന കേസുകൾ അവസാനിപ്പിക്കണം. കുദാശ മുടക്ക് നേടുന്ന വൈദികർക്ക് ആ മുടക്ക് പിൻവലിച്ച് കത്ത് നൽകണം എന്നൊക്കെയായിരുന്നു മാർ പാമ്പ്ലാനിക്ക് വിമതർ നൽകിയ ആവശ്യങ്ങൾ. ഇത് സംബന്ധിച്ച ധാരണാപത്രമാണ് ഒരു ചർച്ചയും കൂടാതെ പാമ്പ്ലാനി ഒപ്പിട്ട് കൊടുത്തത്. പക്ഷേ അതെന്തായാലും പ്രതിസന്ധി ഒന്നും കൂടാതെ ഈ ഒപ്പിട്ട് കൊടുത്തതിലെ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നടപ്പാക്കാനാണ് ഇപ്പോൾ സിനഡിന്റെ നിർദ്ദേശം. ഇതിനിടെ വിമതർക്ക് അടുത്ത തിരിച്ചടി വന്നിരിക്കുന്നത് നിലവിലെ കുരിയയുടെ പുനർനിയമനമാണ്. പഠിച്ച പണി 18 നോക്കി തങ്ങളുടെ ഒരാളെയെങ്കിലും കുരിയയിലേക്ക് വലിച്ചു കയറ്റിവിടാൻ ഇതറിഞ്ഞ പെർമനന്റ് സിനഡ് പ്രോട്ടോസിഞ്ചുലസ് പദവി നൽകി കുരിയയുടെ തലവനായി ഫാദർ ജേക്കബ് ജി പലകപ്പള്ളിയെ നിയമിക്കുകയും ചെയ്തു. പക്ഷേ തുടർ ചർച്ചകൾക്ക് വഴിയൊരുക്കാനായി 3 പുതിയ അംഗങ്ങളെ അതിരൂപത കുരിയയിൽ ഉൾപ്പെടുത്താമെന്ന് ഉറപ്പുകൊടുത്തിട്ടുണ്ട്. 2 സിഞ്ചലൂസുമാർ, 1 വൈസ് ചാൻസലർ എന്നിവരാണ് പുതുതായി ഉൾപ്പെടുത്തുക. നിലവിൽ വിമതപക്ഷത്താണെങ്കിലും സിറോ മലബാർ സഭയുടെ മുൻ വക്താവ് ഫാദർ ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ടിലിനെയാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് വൈസ് ചാൻസലറായി നിർദ്ദേശിച്ചിരിക്കുന്നത്. പാലാ ബിഷപ്പ് കലറങ്ങാട്ട് പിതാവിന്റെ പിന്തുണയും പൂച്ചക്കാട്ടിനുണ്ട്. ഈ ബിഷപ്പുമാർക്കൊപ്പം വിവിധ കമ്മീഷനുകളിൽ ഫാദർ ജിമ്മി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് കാരണം. അവശേഷിക്കുന്ന വികാരി ജനറൽ സ്ഥാനത്തേക്ക് തന്റെ വിശ്വസ്തനെ നിയമിക്കാൻ വഴി തേടുകയാണ് ഇപ്പോൾ പ്രോട്ടോസിഞ്ചുലസ് ആർച്ച് ബിഷപ്പ് മാർ പാമ്പ്ലാനി. തലശ്ശേരി അതിരൂപത അതിർത്തിയിലെ ഒരു വൈദികനെ ഈ പദവിയിലേക്ക് തിരികെ കയറ്റാനാണ് പാമ്പ്ലാനിയുടെ ശ്രമം. എന്നാൽ അതിരൂപത വൈദിക സമിതിയും അൽമായ മുന്നേറ്റവും മറ്റു ചില പേരുകൾ വയ്ക്കുന്നു. ഇതോടെ വെട്ടലായത് പാമ്പ്ലാനി പിതാവാണ്. തുടർ ചർച്ചകൾ ബുധനാഴ്ച പുനരാരംഭിക്കുമ്പോൾ കുരിയയിലേക്കുള്ള 3 നിയമനങ്ങൾ തന്നെയാകും പ്രധാന ചർച്ചാ വിഷയം. പെർമനന്റ് സിനഡിന്റെ അനുമതിയില്ലാതെ ഒന്നും അതിരൂപതയിൽ നടക്കില്ലെന്ന് വിമതർക്കറിയാം. എന്തായാലും കുരിയയെ മൊത്തത്തിൽ പിരിച്ചുവിടണമെന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് വന്ന വിമത പ്രതിനിധികൾ ഇപ്പോൾ എങ്ങനെയെങ്കിലും അവർക്ക് കുരിയയിൽ നിന്ന് കയറി പറ്റിയാൽ മതി. എങ്കിൽ പിന്നെ വത്തിക്കാനെ കൂടി ഒന്ന് ചൊറിഞ്ഞാൽ കാര്യം നടക്കുമോ എന്ന ആലോചനയിലാണ് വീണ്ടും വിമതർ. മാർപ്പാപ്പയുടെ വിശ്വസ്തനും സന്തത സഹചാരിയും യാത്രകളിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്നയാളുമായ കർദിനാൾ ജേക്കബ് കൂവക്കാടിനെ മതാന്തര സംഭാഷണങ്ങളുടെ ഡിക്കാസ്റ്ററിയുടെ പ്രിഫക്റ്റായി നിയമിച്ചതോടെ ഇരിക്കപ്പുറതിയില്ലായത് എറണാകുളത്തെ വിമതർക്കാണ്. കൂവാക്കാടിനെ എതിർക്കുകയും കർദിനാളിന്റെ ഡിക്കാസ്റ്ററിയുടെ പ്രിഫക്റ്റ് പദവി ഒട്ടും ചേരിലും നമുക്ക് ഇവിടെ ഇരുന്ന് വിമതർ ഒളിച്ചും പാത്തുമൊക്കെ അടിച്ചുവിടുന്നു. മാർപ്പാപ്പ ഒന്നും കാണാതെ ഒരാളെ ഇത്ര ഉയർന്നൊരു പദവിയിലേക്ക് ഇരുത്തില്ല എന്ന് ആർക്കും രണ്ടാമതെന്ന് കരുതേണ്ട കാര്യവുമില്ല. വിമതർ ഒന്നോർക്കണം, യേശു തന്റെ സഭയെ നയിക്കാൻ മത്സ്യത്തൊഴിലാളിയായ പത്രോസിനെ തിരഞ്ഞെടുത്തത്. അതിലും വലുതല്ലല്ലോ മറ്റൊരു നിയമനങ്ങളും. അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത്, ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. വിമതർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പിഴച്ചു പോയതും ഈ വിശ്വസ്തന്റെയും വിശ്വസ്തയുടെയും വാക്കുകൾ മനസ്സിലാകാത്തത് കൊണ്ടാണ്.